ഈ ഓഫീസിൽ വെച്ചല്ല. നീയും ഞാനും മാത്രം ഉള്ളപ്പോ പോലും പഴയ ബന്ധം വെച്ച് നീ എന്റെ പേര് പോലും വിളിച്ചേക്കരുത്. മാഡം. കുഞ്ഞോളെ, മരുമോള് നിന്നെ തോൽപ്പിച്ചു കളഞ്ഞുല്ലേ? കുഞ്ഞോളുടെ പൊന്നുമോനെ അവൾ പൂർണ്ണമായും മാറ്റിയെടുക്കും. അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂത്ത മകനെ നീ മറക്കുന്നതാ നല്ലത്. അതോടൊപ്പം ഞാനും എന്റെ മോളും കണ്ട സ്വപ്നവും തകരും. ഒരു മോതിരം അവളുടെ കയ്യിലുണ്ടെന്ന് കരുതി അവളെ രാജകുമാരി ആവണമെന്നില്ല. വ്യാജമായി തള്ളയും തന്തയും ഉണ്ടാക്കി നിന്നെ പറ്റിച്ചവൾക്ക് ഒരു മോതിരം സംഘടിപ്പിച്ചെടുക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ആ മോതിരം ഇനിയിപ്പോ എവിടുന്നേലും മോഷ്ടിച്ചതാണെന്ന് ആർക്കറിയാം. ഇപ്പോ തോറ്റ് അവളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്ന നിന്നെ അവൾ ഇനിയും തോൽപ്പിക്കാൻ ശ്രമിക്കും. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. എന്റെ അനിയത്തി ആരുടെയും മുമ്പിൽ തോൽക്കുന്നത് ഈ ചേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞതാ. എന്താ ഈ അന്വേഷണം? എനിക്ക് ഉടൻ തന്നെ നേരിൽ കാണണം. ഐശ്വര്യ, വാ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഞാനേത് പോസ്റ്റിലാ? ഓപ്പറേറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്ക്. താനേ ക്യാബിനിലേക്ക് ചെല്ല. എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. ചിന്നു, ചിന്നു, ചിന്നു. ഐശ്വര്യ അടുത്ത് എന്നോട് എന്താ പറഞ്ഞത്? നേരത്തെ തല്ലിയതിന് സോറി പറഞ്ഞതാ. സോറി പറഞ്ഞെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാ. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. നമ്മൾ നാട്ടിൽ പോയതും അവിടെ നടന്നതൊക്കെ അച്ഛനോട് പറയണം. ഒന്നും അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുവാവും. നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടിയെന്ന് അറിഞ്ഞാ അത് അച്ഛന് വലിയ സന്തോഷാവും. റിമാൻഡ് കാലാവധി തീരാൻ ഇനിയും സമയം കിടക്കുമല്ലേ? അതിനു മുന്നേ തെളിവൊക്കെ സംഘടിപ്പിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട് വേണം ജാമ്യാപേക്ഷ കൊടുക്കാൻ. കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ ഫോസ്ഫറസ് എന്ന രാസവസ്തു ഫോറൻസിക് ലാബിൽ കൊടുത്ത് വെരിഫൈ ചെയ്യണം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, സൂസൻ. സൂസനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോ തനിക്കെന്താ തോന്നുന്നേ? അച്ഛൻ രക്ഷപ്പെടില്ലേ? പിന്നെ രക്ഷപ്പെടാതെ? ദാസേട്ടൻ തെറ്റൊന്നും ചെയ്യാത്ത കാലത്തോളം ഒരു കോടതിയും ദാസേട്ടനെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. അതിനല്ലേ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. താൻ ധൈര്യമായിട്ടിരിക്കുക.
നിന്നെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ കോള് കണ്ടില്ലായിരുന്നടി. എടിയോ? നീ എന്നെയാണോ എടീന്ന് വിളിച്ചത്? നമ്മള് അങ്ങനെ ജീവിച്ചവരല്ലേ. അങ്ങനെ എങ്ങനെ ജീവിച്ചാലും നീയും ഞാനും ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ അർജുൻ സാറിന്റെ ഭാര്യ എന്ന നിലയിലുപരി ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് മാനേജർ കൂടിയാ. എന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടിൽ ഏതാണെങ്കിലും നിന്നെ എനിക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമേ ഇല്ലാന്ന്. ഈ ഓഫീസിൽ വെച്ചല്ല, നീയും ഞാനും മാത്രം ഉള്ളപ്പോ പോലും പഴയ ബന്ധം വെച്ച് നീ എന്റെ പേര് പോലും വിളിച്ചേക്കരുത്. മാഡം, ഐശ്വര്യ മാഡം. ഇന്നു മുതൽ അങ്ങനെ വിളിച്ച് നീ ശീലിക്കണം. എന്താ നിന്റെ കയ്യില്? ഇങ്ങത്താ. ഇതിലെന്താ എന്റെ പേരില്ലാത്ത? അത് നീ സോറി, മാഡം വരുന്ന കാര്യം അറിഞ്ഞില്ല. ഇതിൽ എന്റെ പേര് കൂടി ആഡ് ചെയ്തിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിക്ക്. പിന്നെ ഇനി മുതൽ അർജുൻ സാറിന്റെ മുന്നിലോട്ട് പോകുന്നതിന് മുൻപേ മുഴുവൻ ഡാറ്റയും എന്നെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പോവാവൂ. ഇവിടെ ചില പരിഷ്കാരങ്ങൾ വരുത്താൻ തന്നെ എന്റെ തീരുമാനം. എലിസബത്ത് മാഡം, ഇന്ന് വന്ന ഓപ്പറേറ്റിംഗ് മാനേജർ മാഡത്തെ വിളിക്കുന്നു.